ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ കാലത്തെ ഒരു കറിയാണ് വെക്കാൻ പോകുന്നത്. കറിയൊന്നുമല്ല, നല്ല അടിപൊളി ഒരു തോരൻ കറിയാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും വെക്കുന്നതാണ്. നമ്മൾ ഇഷ്ടം പോലെ വെച്ചുകൊണ്ട് കൊണ്ട് കൂട്ടിയിട്ട് കൊണ്ട് നല്ല അതിരുചിയാണ് ഇതിന്. വലിയ കാശ് മുടക്കം ഒന്നുമില്ല ഈ കറിക്ക്. നമ്മുടെ ചേമ്പിൻ്റെ സീസണാണ് ഇപ്പോഴ്. ഈ ചേമ്പിൻ്റെ പാണ്ടിച്ചേമ്പിൻ്റെ താളുണ്ടല്ലോ, ഒരു ശകലം പോലും കളയരുത്. പല കറികളും തണ്ട്, ചേമ്പൻ തണ്ട്, അത് പല കറികളും വെക്കുക. പല കറികളും മെഴുക്കുവരട്ടി തൊട്ട് തോരൻ, അച്ഛന്, ചാറുകറി, ഇതൊക്കെ ഈ ചേമ്പിന്റെ തണ്ടുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അവിയൽ അതും ഇടാൻ കൊള്ളാം, സാമ്പാറിലും ഇടാം. സാമ്പാറിലൊക്കെ നമ്മൾ സാമൂഹ്യ സാമ്പാറിനകത്തൊക്കെ ചേമ്പൻ തള്ളിടും. വലിയ മത്തിക്കകത്ത് ഈ ചേമ്പൻ തള്ളുണ്ടല്ലോ, അങ്ങ് രണ്ടായിട്ട് കീറി അങ്ങ് ഇട്ടാലുണ്ട്. അത് പിറക്കത്തിനാണ് പ്രത്യേക രുചി. അങ്ങനെ ഈ ചേമ്പിന്റെ തണ്ട് കൊണ്ട് പല കറികൾ നമുക്ക് ഉണ്ടാക്കാം. വലിയ കാശ് മുടക്കൊന്നുമില്ല. നമ്മൾ ചേമ്പൊക്കെ പറിക്കുന്ന കാലത്ത് ഈ ചേമ്പൻ തണ്ടൊക്കെ അങ്ങ് വെറുതെ വെട്ടിയാൻ കളയുക. പക്ഷെ ഇതിപ്പോ ചന്തയിലൊക്കെ വിൽക്കാനും കിട്ടുന്നുണ്ട് ഈ ചേമ്പിന്റെ തണ്ട്. അപ്പൊ ഞാനിന്ന് വെക്കാൻ പോകുന്ന നല്ല അടിപൊളി ഒരു വെറൈറ്റി തോരനാണ് വെക്കാൻ പോകുന്നത്. അതെങ്ങനെയാ നമുക്കൊന്ന്, അതായത് എല്ലാവരും ഉണ്ടാക്കുന്ന ചാറുകറികൾ ഈസി ആയിട്ട് ഉണ്ടാക്കും. മെഴുക്കുവരട്ടികൾ ഇഷ്ടമായി തോരനൊക്കെ ഉണ്ടാക്കും. ചേമ്പിന്റെ തോരനും ഒക്കെ എല്ലാവരും ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ വെറും ചേമ്പും താള് കൊണ്ടുള്ള തോരനല്ല, മറിച്ച് ഉണക്കമീനായിട്ടുള്ള നമ്മുടെ അയിലയും ചേമ്പും തണ്ടും കൂടെ അല്ലെ. ചേമ്പും തണ്ട് തോരനും മെഴുക്കുവരട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടം പോലെ ഈസി ആയിട്ട് ഉണ്ടാക്കും. പക്ഷെ അതിന്റെ കൂടെ എങ്ങനെ മീന് കൂടെ ഇട്ടിട്ടൊരു നോൺ വെജ് തോരൻ ഉണ്ടാക്കാന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതെ, നമ്മുടെ ചേമ്പും തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണക്കമീനും നമ്മളിത് വെള്ളത്തിലൊക്കെ ഇട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഈ ചേമ്പും താളെന്ന് പറഞ്ഞ സംഭവം. ഇതാണ്. അപ്പൊ ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്തിട്ടുള്ള ചേമ്പും തണ്ടാണ്. ഇങ്ങനെ തൊലി എടുക്കണം അല്ലേ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഉണക്കമീനും കൂടി ഒന്ന് എടുത്തോണ്ട് വരാം കേട്ടോ. ഉണക്കമീൻ ഏത് രീതിയിലാണ് വെച്ചേക്കണത് അതുകൂടെ കാണിക്കാം. അപ്പോഴത്തേക്ക് അമ്മ ഈ ചേമ്പിന്റെ താളൊന്ന് എല്ലാം ഇങ്ങനെ പൊളിച്ചെടുക്കണം അല്ലേ. എല്ലാം പൊളിച്ചെടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ ഉണക്കയില. ഇതിപ്പോ എത്ര അയിലുണ്ടെന്ന്? ഇത് 4 ചെറിയ കുഞ്ഞ് അയില അല്ലേ. അപ്പൊ കുഞ്ഞു 4 ഉണക്കയില കുറെ നേരം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞു അല്ലേ. ഉപ്പ് കളഞ്ഞത് ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേമ്പന്തണ്ട് വലിച്ചെടുക്കും. അപ്പൊ അതേ കണ്ട ഇങ്ങനെ നമ്മള് നുറുക്കി വെച്ചിട്ടുണ്ട് ഇത്. അപ്പൊ ഇതിന് ശേഷം നമുക്ക് ഈ ചേമ്പും തണ്ടും കൂടി എടുത്തതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. അത് കൂടാണ്ട് വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് കേട്ടോ ഇതിന്റെ അകത്ത് രംഗത്ത്. അതാരൊക്കെയാന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, നമ്മുടെ കൊച്ചുള്ളി. ഇത്രയും കൊച്ചുള്ളി നമ്മൾ പൊളിച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കൊച്ചുള്ളി കണ്ടില്ലേ, ഇത്രയും കൊച്ചുള്ളി ഉണ്ട് അല്ലേ. ഇത്രയും കൊച്ചുള്ളി, പച്ചമുളക്, ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കിനി നമ്മുടെ തോരൻ കറിയിലേക്ക് പോകാം. ഒപ്പം നമ്മളിത് തേങ്ങയും ചരണ്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ ഇതാണ് കേട്ടോ. ഇത്രയും തേങ്ങ, ഒരു മുറി തേങ്ങയുണ്ട് അല്ലേ അമ്മ. ഒരു മുറി തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ ഇത് ചേമ്പും തണ്ടെല്ലാം ഇങ്ങനെ പൊളിച്ചു. ഇനി കഴുകുന്നത് അരിഞ്ഞതിന് ശേഷമാണോ അത്? മതിയല്ലേ. ഓ, നമ്മുടെ ചേമ്പും താളെല്ലാം അങ്ങനെ അതിന്റെ പുറത്തെ തൊലിയെല്ലാം പൊളിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ നേരെ ഇത് അരിയാൻ പോവാണ് കേട്ടോ. അരിയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അരിയുന്നത്. നടുവേ അങ്ങ് മുറിച്ചു അല്ലേ പലതായിട്ട്. കീറി 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 തോരൻ അങ്ങ് അരിഞ്ഞോണ്ടിരിക്കുക. അപ്പൊ തോരൻ എന്ന് പറയുമ്പോ ഇതിനരിയുന്ന കുരുകുരാന്നല്ല അല്ലേ അരിയുന്നത്, അല്പം നീളത്തിലല്ലേ. അത് ഈ രീതിയിൽ അരിയുന്ന. ഇതങ്ങനല്ല. അതായത് നമ്മൾക്ക് മീനുള്ളത് കൊണ്ട് ഇത് ആ ഒരു മീനിന്റെ ഒരു കഷ്ണത്തിന്റെ സ്റ്റൈലിൽ തന്നെ അരിയുന്നല്ലേ. അങ്ങനെ നമ്മുടെ ചേമ്പുംതാള് മുഴുവനും നമ്മൾ അരിഞ്ഞു. നമുക്കത് ശരിക്കും പറഞ്ഞ ഒരു ചരുവൻ ചേമ്പുംതാളുണ്ട് കേട്ടോ. കുറയും അല്ലെ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ അകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിനി കഴുകിയെടുക്കണം. നമുക്ക് വെള്ളം ഒഴിച്ച് ഇപ്പൊ തന്നെ കഴുകാവോ അതോ വെക്കണം? നമ്മുടെ ഉള്ളി അരിയാനായിട്ട് ഇരിക്കുവാണ് കേട്ടോ. അപ്പൊ ഉള്ളി അരിയുന്ന അത്രയും സമയം നമ്മുടെ ഈ ചേമ്പുംതാള് ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് അങ്ങ് കിടക്കട്ടെ. അവിടെ നമുക്ക് ഉള്ളി എങ്ങനെയാണ് അരിയണേന്ന് നോക്കാം. ഉള്ളിയും പച്ചമുളകും ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളി അരിയുന്നത്. നമ്മൾ ഒത്തിരി അങ്ങോട്ട് ചെറുതാക്കിയല്ല, എന്നാൽ ഒത്തിരി വലുതാക്കിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അല്ലേ. നമ്മൾ സാധാരണ ചിലതിനൊക്കെ നമുക്ക് ഉള്ളി 4 ആയിട്ടൊക്കെ നമ്മൾ കീറിയിടാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല അല്ലേ. കുറച്ചും കൂടി ഒന്ന് കണ്ടോ ഈ ഒരു രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചേന്തി 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 അങ്ങിടും പച്ചമുളക്.
കൊച്ചുമോള് വേണ്ടാത്തവർക്ക് പിറക്കി കളയുകയും ചെയ്യാം. പക്ഷെ അറിയാൻ പറ്റത്തില്ല, കാരണം ഇത് ചേമ്പുന്നാളും ഇതൊക്കെ ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഈ തോരൻ കറിക്ക് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കൊടംപുളിയാണ് കേട്ടോ. കഴുകി എടുത്തിട്ടുള്ള നമ്മുടെ കൊടംപുളി അങ്ങനെ നമ്മളിതൊരു കൊച്ചു പാത്രത്തിന്റെ അകത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തോരൻ വെക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേമ്പന്താള് കഴുകി വെച്ചിട്ടുണ്ട്. അയില മീനും കഴുകി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒഴിക്കാൻ പോകും നമ്മുടെ കൊടംപുളി വെള്ളത്തിലിട്ടതാണ് ഏറ്റവും അടിയിൽ ഒഴിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ മീനൊക്കെ പുളി പിടിക്കണം, അതിനാണ് നമ്മൾ ആദ്യം ഇടുന്നത്. അപ്പൊ ആദ്യം നമ്മളത് ഒഴിക്കാം. വെള്ളത്തിലിട്ട് കൊടംപുളിയും വെള്ളവും കൂടി ഒഴിച്ചു അല്ലേ? അതാണ് നമ്മൾ ഒഴിച്ച വെള്ളം അല്ലേ? വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് നമ്മള് ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിരുന്നു. ഓരോ വേവ് അനുസരിച്ചാ. അപ്പൊ അത് നമ്മൾ ഇടുവാണ്. അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി അതിന്റെ അകത്തേക്ക് അല്ലേ? അതായത് ഇത് സത്യം പറഞ്ഞാൽ നമ്മള് സാധാ തോരൻ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു തോരൻ അല്ല ഇത് അല്ലേ? ഇനി നമ്മൾ ചേമ്പന്താള് വാരി വയ്ക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തോന്നുന്നു ജീവിതത്തിൽ കുറെ ചേമ്പന്താളുണ്ടെന്ന്. പക്ഷെ ഇത് ആവി വരുമ്പോ ഇത് ഇല്ല, ഒരു ശകലമേ കാണുള്ളൂ. കുറയും ചേമ്പന്താൾ അങ്ങ് കുറയും. ഒരുപാത്രം ചേമ്പന്താളുണ്ട് നോക്കുമ്പോ അല്ലേ? നോക്കുമ്പോ കാണുമ്പോ ഒരു പട്ടക്കലം നിറച്ച് കറിയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ചേമ്പുംതാളും നമ്മൾ മുഴുവനും ഇങ്ങനെ അപ്പൊ ഇത് ഞാൻ ആദ്യം വിചാരിച്ചു ഈ തോരൻ സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോ ഉണ്ടല്ലോ നമ്മൾ ഈ വെള്ളമയം അധികം ഇല്ലാണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇത് അരിഞ്ഞതിന് മുമ്പാണോ അരിഞ്ഞതിന് ശേഷമാണോ കഴുകണേന്ന് ചോദിച്ചത്. അതായത് ഇതിന്റെ അകത്ത് ഇച്ചിരി വെള്ളമയം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം വേവുണ്ട് മീനും ഇതുമൊക്കെ അല്ലേ? ഇനി ഒഴിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് എപ്പോ കഴുകിയാലും കുഴപ്പമില്ല. അപ്പൊ ഇത്ര മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലേ? ഒരു 1/4 ടീസ്പൂണോളം ഉള്ളൂ അല്ലേ? 1/4 ടീസ്പൂണിൽ ഇച്ചിരി കൂടുതലുണ്ട് അല്ലേ? മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പൊ ഇതൊക്കെ ഇതിന് മുകളിലേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇനി അല്ലേ? ഇനി അടുത്തായിട്ട് നമ്മൾ എടുക്കണ എന്നാ മുളക് പൊടി അല്ലേ? ഇത് സാധാ മുളക് പൊടിയാണ്. ഓക്കെ, 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഉണ്ട്, എന്നാലും നമ്മള് ചിലപ്പോ ഒരു കളറിനും ഒക്കെ മുളക് പൊടി ആവശ്യം അല്ലേ? കളറിനെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരിക്കലും കാശ്മീരി മുളക് പൊടി ചേർക്കണ്ട, നോർമൽ മുളക് പൊടിയാണ് നമ്മൾ ഇതിന്റെ അകത്ത് ചേർക്കുന്നത്. ഇനി എന്നാ വേണ്ടേ? മല്ലിപ്പൊടി. നമ്മുടെ തോരൻ ഒരിക്കലും ചേർക്കാത്തൊരു സാധനമാണ് ഇനി ചേർക്കുന്നത് അല്ലേ? മല്ലിപ്പൊടി. നമ്മൾ പല തോരനും പല സൈസുകൾ ചേർക്കും. അപ്പൊ ഇതിന്റെ നമ്മളൊരു 3/4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ തികച്ചില്ല അല്ലെ? മല്ലിപ്പൊടി കൂടെ ഇതിന്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ ഇതെല്ലാം പൊടികളെല്ലാം ഇട്ടു. കരിവേപ്പിലയോടെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇടുക. വെറുതെ അങ്ങിട്ട് കൊടുത്താൽ മതി അല്ലേ? ഓക്കെ. സ്വല്പം വെള്ളം ഒഴിക്കണം നമുക്ക്. ഈ അയിലേക്ക് ഉപ്പ് കാണും പിന്നെ, പക്ഷേ എന്നാലും നമ്മുടെ ചേമ്പന്താളും ചുവന്നുള്ളി എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഉപ്പ് ചിലപ്പോൾ ഇച്ചിരി കുറവായിരുന്നു നിൽക്കുന്നുണ്ട്. നമ്മളൊരു ശകലം ഉപ്പ്, ഒരു 1/4 സ്പൂൺ ഉപ്പൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. ഉപ്പ് ചിലപ്പോൾ കൂടിപ്പോയാൽ അതുകൊണ്ട് കുറച്ചിടണം അല്ലേ? ചേമ്പുന്നാളിന് വേണ്ട ഒരു അല്പം ഉപ്പ് ഇട്ടു. ഇനി ഒരു ശകലം വെള്ളം കൂടി ഒഴിക്കാം നമുക്ക് ഇതിനകത്ത്. വെള്ളം അല്പം കൂടി വേണം അല്ലേ? വേവണം ചേമ്പന്താൾ. ഈ വെള്ളം ലാസ്റ്റ് ഒഴിക്കുമ്പോ നമ്മുടെ ഈ കഷ്ണത്തിലേക്കൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ ഇറങ്ങിക്കോളൂ അല്ലേ? അപ്പൊ അങ്ങനെ എല്ലാ മസാലകളെല്ലാം നമ്മൾ ചേർത്തു. ഇനി നമ്മൾ തീ പിടിപ്പിച്ച് അടുപ്പേ വെക്കാൻ പോവാ. അപ്പൊ നമ്മുടെ സാധനങ്ങളെല്ലാം ചേർത്ത് നമ്മുടെ തോരൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിരുന്ന് വേവിടെ തീയും പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കത്ത് നമ്മൾ അടുപ്പ വെച്ച് കുറച്ചു നേരം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായാലും നമുക്കൊന്ന് തുറന്നു നോക്കാം, ഒന്ന് ഇളക്കി വെക്കണം ഒന്ന്. അപ്പൊ നമുക്ക് ഈ പടപ്പൊന്ന് പൊക്കി നോക്കാം. ചട്ടി നിറച്ചിരുന്ന ചേമ്പന്താൾ ഇപ്പൊ പകുതിയായി കേട്ടോ. അത് തന്നെ. നമുക്ക് ഉപ്പൊന്ന് നോക്കട്ടെ. ഈ സമയത്ത് ഉപ്പ് നോക്കണം അല്ലേ? വലിയ ഉപ്പ് ഒഴിച്ചു കൊടുക്കണം. ഉപ്പുണ്ടോ? ഉപ്പ് കൊണ്ട് പുളിയുണ്ട്, നല്ല ചാറിനൊക്കെ നല്ല രുചിയുണ്ട് കേട്ടോ. ഇങ്ങനെ ചാറായിട്ട് വേണമെങ്കിലും കഴിക്കാം ഇത് വേണമെങ്കിൽ അല്ലേ? തേങ്ങ അരച്ചും കൂടെ ചേർത്ത് ഇതൊരു കറിയാക്കാൻ വേണമെങ്കിൽ അല്ലേ? അതായത് ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിന്റെ അകത്തേക്ക് ഇച്ചിരി തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, കടുക് പൊട്ടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഒരു ചാറ് കറിയാക്കാം. പക്ഷെ നമുക്കിത് ചാറല്ല, നമുക്ക് തോരനാണ്. അപ്പൊ അതുകൊണ്ട് പെരളനാണ്. അപ്പൊ നമ്മളിത് വീണ്ടും അടയ്ക്കാൻ പോവാണ്. നമുക്ക് ഇച്ചിരി ഒന്ന് വേവണം, എന്നിട്ട് നല്ല പറഞ്ഞ് പറ്റി വരണം. അപ്പൊ നമുക്കന്ന് അടയ്ക്കാം. എന്നിട്ട് നമുക്ക് അപ്പഴത്തേക്ക് ഇച്ചിരി തേങ്ങ നമ്മള് ചുരണ്ടി വെച്ച് ചതച്ചുകൊണ്ടെന്ന് അതുകൊണ്ട് കിട്ടണം. തേങ്ങ ചതച്ചെടുക്കണം അല്ലേ? ഒന്ന് പതുക്കെ ഒന്ന് ചതക്കണം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തേങ്ങ. പക്ഷെങ്കിൽ ഇതിങ്ങനെ നേരെ അങ്ങിടുവല്ല ചെയ്യുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുകയും വേണ്ട, ഉള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പൊ തേങ്ങ അത് മിക്സിയിലിട്ടത് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ
അടുപ്പിലിരുന്നത് വേവുന്ന സമയം കൊണ്ട് നമ്മളിത് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലും ഇത്രയാണ് കടുക് പൊട്ടിക്കാനുള്ളത്. തേങ്ങായും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സമയം ആയപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടേത് അടുപ്പിലിരിക്കുന്ന സാധനം ഏതാണ്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ അമ്മ? ഉരുളിയൊക്കെ അമ്മ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത് എന്തിനാണ്? ഈ ഉരുളിയിലാണോ അമ്മ ഉണ്ടാക്കുന്നത്? ഓ, അതിനുവേണ്ടി ഉരുളി ചൂടാക്കാനായിട്ട് അമ്മ ഇവിടെ തന്നെ അടുപ്പിന്റെ അവിടെ തന്നെ വെച്ചേക്കും കേട്ടോ. അപ്പൊ അത് പറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് അല്ലേ? ഉരുളി കിടന്ന ആ വെള്ളം അങ്ങ് പറ്റിക്കും. കടുക് പൊട്ടിക്കാനായിട്ട് ഇടുമ്പോ പറ്റും അല്ലേ? ഇത്രയും വെള്ളമൊക്കെ ഇരുന്നാലും കുഴപ്പമില്ല. ചീനിച്ചട്ടി ചീനിച്ചട്ടി അല്ലേ? പിന്നെ നമ്മള് വാങ്ങുവാണേ വാങ്ങി വെക്കാം. അപ്പൊ നമ്മളിത് കറി വാങ്ങി വെച്ചിട്ട് നമ്മൾ ഉരുളി അടുപ്പ് വെച്ച് അതിനകത്ത് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിക്കാനുള്ളത്. ഇനിയിപ്പോ കടുവും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് കുറച്ച് കടുക് ഇടുവാണ്. അപ്പൊ ചുവന്നുള്ളി നമ്മൾ ഇടുക. കറിവേപ്പിലയും കൂടെ നമുക്ക് അങ്ങിടാം. കടുക് പൊട്ടിക്കാനുള്ള എല്ലാ സാധനങ്ങളും ചേർത്തു അല്ലേ? ഇനി എങ്ങനെയാണ് നമ്മുടെ കറി ഇതിലേക്ക് സെറ്റ് ആക്കണം നമുക്ക് നോക്കാം അല്ലേ? കറിയും തുറന്നു നോക്കട്ടെ അമ്മേ. നല്ല ആവിയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട് കറി. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇതിലേക്ക് ഇടുന്നല്ലേ? വേറെ തോരൻ ഉണ്ടാക്കുന്ന പോലെ അല്ല നമ്മൾ ഈ തോരന് തേങ്ങയൊക്കെ ചേർക്കുന്നല്ലേ? ഇനി നമുക്ക് അതങ്ങോട്ട് അടുത്ത് ഒഴിക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം തേങ്ങ അല്ലേ? പച്ചച്ചവ ജസ്റ്റ് ഒന്ന് മാറ്റി. ഇത്രയേ ഉള്ളൂ തേങ്ങ ഇളക്കിയത്. ഇനി നേരെ കറി എടുത്ത് ഒഴിക്കണം. ഞാൻ വേണം ഒഴിക്കാനായിട്ട്. അപ്പൊ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ കറി എടുത്ത് ഒഴിക്കാവേ. അപ്പൊ നമ്മുടെ കറി അതിലേക്ക് നേരെ എടുത്തങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉരുളി കടന്ന് ഈ വെള്ളം ഒന്നുകൂടെ ഒന്ന് പറ്റട്ടെ. പിന്നെ നിരന്ന് കിടക്കുമ്പോ പെട്ടെന്ന് വെള്ളം അങ്ങ് പറ്റി ഡ്രൈ ആവും ഇതല്ലേ? ഒരു 3-4 മിനിറ്റ് ഇരുന്നാ മതി ഇതല്ലേ? അപ്പോഴത്തേക്ക് ഇതങ്ങ് ആകും അല്ലേ? അപ്പൊ നോക്കിയേ നമ്മുടെ കറി അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ചോറ് കഴിക്കാൻ തോന്നുന്നു. അതുപോലെയാണ് ഈ കറി ഇരിക്കുന്നത് അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് ഏത് ടെസ്റ്ററിലാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. കുറച്ച് കുറുകനായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. നല്ല ഡ്രൈ തോരനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അരയണം അല്ലേ? അങ്ങനെ പല രീതിയിലും നമുക്ക് ഈ കറി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കറി സെറ്റ് ആയിട്ട് നമ്മൾ വാങ്ങി വെക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ മതി അല്ലേ? നീ ഇരിക്കുമ്പോ വീണ്ടും കുറച്ചും കൂടി പറ്റും അല്ലേ? നമ്മുടെ കറിയൊക്കെ അങ്ങനെ റെഡി ആയ സ്ഥിതിക്ക് നമുക്കൊരു കാര്യം, ഇച്ചിരി കറിയും ചോറും കൂടെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ലേശം ചോറ് എടുത്തിട്ടുള്ളൂ, ലേശം കറിയും കൂടെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയാം. അയിലയുടെ ഒറ്റ കഷ്ണം കാണാനില്ല കേട്ടോ. അതാണ് ഈ കറിയുടെ പ്രത്യേകത. അയിലയൊക്കെ അലുത്ത് പോകും അല്ലേ? മുള്ളു മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് കറിയും ചോറും കൂടെ അമ്മ ജസ്റ്റ് ഇത് കഴിക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെയുണ്ടമ്മേ? നല്ല രുചിയാ അല്ലേ? അപ്പൊ എന്റെ ഇന്നത്തെ ഈ കറി ഉണ്ടായിരുന്നു നല്ല അടിപൊളി കറിയാണ്. നമ്മളിത് വെച്ച് കൂട്ടിയെങ്കിലും ഇതിന്റെ രുചി അറിയാനൊക്കെ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇഷ്ടം പോലെ ചേമ്പുള്ള ഒരു സമയമാണ്. ഉണക്കയിലേയും കിട്ടും. ഉണക്കവേല നല്ല കരിഞ്ചാളമത്തി ഒക്കെ കൊള്ളാം. അപ്പൊ നമ്മൾ ഏറ്റവും ഗുണം ഏത് മീൻ ഇട്ടാലും മീൻ കാണത്തില്ല ലാസ്റ്റ് കാണില്ല, ഇതിനകത്ത് പൊടിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ ഇതുപോലെ നല്ലൊരു അടിപൊളി കറി വെക്കുക. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. ഇത് സാധാരണക്കാരന്റെ കറിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതുപോലെ വെക്കുക. വെച്ചിട്ട് നമ്മൾ വിവരം പറയാം. അപ്പൊ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ലൈക്കും കമന്റും ഒന്നും ആരും മറന്നു പോവുകയും ചെയ്യരുത്.